ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കാം. ഇതിനായിട്ട് ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് മുളക്, മല്ലി, കപ്പലണ്ടി എന്നിവയിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം. കപ്പലണ്ടി ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ്. കുറച്ച് കപ്പലണ്ടി ഇട്ടാൽ മതി. കൂടുതൽ കപ്പലണ്ടി ഇട്ടാൽ കപ്പലണ്ടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. ഇത് വളരെ ചെറിയ തീയിൽ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് മിക്സിയിലിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. നന്നായിട്ട് പൊടിയണ്ട, അല്പം പൊടിഞ്ഞാൽ മതി. ഇനി അതിലേക്ക് തക്കാളി, വെള്ളം എന്നിവ കൂടി ചേർത്ത് അരച്ചെടുക്കാം. ഞാനിവിടെ 2 ചെറിയ തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൽപ്പം എണ്ണ ചൂടാക്കുക. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചതച്ചത് ചേർത്ത് വഴറ്റുക. ഇതിൻ്റെ പച്ച ചുവ മാറുന്നത് വരെ വഴറ്റണം. ഇനി സവാള ചേർത്ത് കൊടുക്കാം. സവാള കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാളയുടെ നിറമൊക്കെ മാറി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക. അരപ്പ് ചേർത്ത് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഗരം മസാല ചേർക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് യോജിപ്പിക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് തിളപ്പിക്കണം. തിളച്ച് കുറുകി വരുമ്പോൾ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കണം. മുട്ട ചേർത്തതിന് ശേഷം 2 മിനിറ്റ് കൂടി വഴറ്റിയെടുക്കണം. എങ്കിലേ ആ നിറമൊക്കെ മാറി നല്ലൊരു ടെക്സ്ചർ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ചാറൊക്കെ കുറുകി നല്ലപോലെ വഴഞ്ഞു വന്നിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഒരു മുട്ട റോസ്റ്റാണിത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി പുതിയൊരു വിഭവമായി വീണ്ടും കാണാം. നമസ്കാരം.